രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നതിനിടെ മൈക്ക് ഓഫ് ആക്കുന്നതിനെ ചൊല്ലി പാർലമെന്റിൽ ബഹളം. താൻ സംസാരിക്കുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യുന്നുവെന്നും ആരാണ് മൈക്ക് കൈകാര്യം ചെയ്യുന്നതെന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു. ചെയറിന്റെ നിർദ്ദേശപ്രകാരമാണ് മൈക്കിന്റെ നിയന്ത്രണമെന്നും തന്റെ കയ്യിൽ സ്വിച്ച് ഇല്ലെന്നും സ്പീക്കർ പ്രകാശ് ബിർള പ്രതികരിച്ചു. മൈക്കാണ് പാർലമെന്റിൽ താരം. ഭരണ പ്രതിപക്ഷ നിരകൾ പല വിഷയങ്ങളിലും കൊമ്പുകോർക്കുമ്പോൾ കാര്യങ്ങൾ ഉച്ചത്തിൽ പറയാൻ മൈക്ക് കൂടിയേ തീരൂ. രാഹുൽ ഗാന്ധി ചില കാര്യങ്ങൾ പറയുമ്പോൾ മൈക്ക് ഓഫ് ആവുന്നെന്ന പരാതി പ്രതിപക്ഷത്തിനുണ്ട്. കഴിഞ്ഞ ദിവസം നീറ്റ് വിഷയം ഉന്നയിക്കുന്നതിനിടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ മൈക്ക് ഓഫ് ചെയ്തെന്ന് പരാതിയുണ്ടായിരുന്നു. ആരോപണം സ്പീക്കർ ഓം ബിർള നിഷേധിച്ചു. രണ്ടാം ദിവസവും മൈക്ക് ഓഫായതിൽ രാഹുൽ ഗാന്ധി പരാതിപ്പെട്ടു. सर मेरा सवाल है सर, इस माइक का कंट्रोलर किसके हाथ में? मेरे भाषण के बीच में सच्चाई है कि माइक ऑफ हो जाता है. मैं क्या करूं, हो जाता है वो. अब आपने देखा मैंने अयोध्या शब्द यूज किया और माइक ऑफ हो गया. नो. ആരോപണം വീണ്ടും സ്പീക്കർ നിഷേധിച്ചു. പ്രസംഗിക്കാൻ ഒരംഗത്തെ ചെയർ ക്ഷണിച്ചാൽ മൈക്ക് നൽകും. എന്നാൽ മൈക്ക് നിയന്ത്രിക്കാൻ സ്വിച്ചോ റിമോട്ട് കൺട്രോളോ തന്റെ പക്കലില്ലെന്ന് സ്പീക്കർ വ്യക്തമാക്കി. बोलने के लिए खड़े, आपका माइक कभी बंद नहीं हुआ. आप अगर आसन में जो भी विराज रहे हैं वो अगर आपका नाम नहीं पुकारते हैं तब माइक चालू नहीं होता. ये व्यवस्था हमेशा इस सदन की रही है, पुराने में भी और नए में भी. कभी आसन पे व्यक्ति पर माइक का कंट्रोल नहीं होता. സ്പീക്കറുടെ അഭാവത്തിൽ സഭ നിയന്ത്രിക്കുന്ന പാനലിൽ അംഗമായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് ഈ വിഷയം ഉന്നയിച്ചതിലും ഓം ബിർള അതൃപ്തി രേഖപ്പെടുത്തി. കഴിഞ്ഞ ലോക്സഭയിലും മൈക്ക് ഓഫ് ചെയ്യുന്നുവെന്ന പരാതി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഉന്നയിച്ചിട്ടുണ്ട്. 24 ഡൽഹി.